നെൽച്ചെടികളിലെ രോഗബാധ മൂലം പൊണ്ണമുത കോൾപ്പടവിൽ വിളവ് ഗണ്യമായി കുറഞ്ഞു. കൃഷിവകുപ്പിന്റെ നിർദ്ദേശാനുസരണം മരുന്ന് പ്രയോഗിച്ചിട്ടും ഫലമുണ്ടായില്ല. 300 ഏക്കർ വരുന്ന പടവിൽ കഴിഞ്ഞ ദിവസമാണ് കൊയ്ത്ത് തുടങ്ങിയത്. ഒരേക്കറിന് 10 ചാക്കിന് താഴെയാണ് നെല്ല് ലഭിക്കുന്നത്. നേരത്തെ ഒരേക്കറിൽ നിന്ന് 30 ചാക്ക് വരെ ലഭിച്ചിരുന്നു. നെൽച്ചെടി പൂവിടുന്ന സമയത്ത് യഥാക്രമം വെള്ളം കിട്ടാത്തതും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള രോഗങ്ങളുമാണ് വിളവ് കുറയാൻ കാരണം. 130 ദിവസം പ്രായമുള്ള ഉമാവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയിരുന്നത്. കൃഷിവകുപ്പ് അധികൃതരുടെ നിർദ്ദേശാനുസരണം മരുന്നു പ്രയോഗം നടത്തിയെങ്കിലും കാര്യമായ മാറ്റം ഉണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു. വിളവ് കുറഞ്ഞ സാഹചര്യത്തിൽ കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ സി അഞ്ജു, വെങ്കിടങ്ങ് കൃഷി ഓഫീസർ ജേക്കബ് ഷെമോൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ എസ് മിനി എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തണ്ടുതുരപ്പൻ, ബ്ലാസ്റ്റ്, BLB തുടങ്ങിയ രോഗങ്ങൾ നെൽച്ചെടികളിൽ കണ്ടെത്തിയിട്ടുണ്ട്. രോഗവിവരം കാർഷിക സർവകലാശാലയിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് കൃഷി അധികൃതർ പറഞ്ഞു. പരിശോധനയ്ക്കായി 1 മീറ്റർ സ്ക്വയർ നീളത്തിൽ നെൽച്ചെടിയും നിലത്തെ മണ്ണും സംഘം ശേഖരിച്ചു. പടവ് കമ്മിറ്റി ഭാരവാഹികളായ പി പരമേശ്വരൻ, PS ശങ്കുരു, കൊച്ചപ്പൻ വടക്കൻ, KA ജോർജ്, ജോയ് പാലയൂർ എന്നിവരും സ്ഥലത്തെത്തി.